വാക്ക് പാലിച്ചതിന് ഞാൻ പറയുകയാണ്, ഞാനാണ് ഈ പ്രശ്നം തുടങ്ങി, ഞാൻ തന്നെ തുടങ്ങും. നമ്മളെ പറ്റിക്കാൻ നടക്കുന്ന കേസല്ല. അന്ന് പറഞ്ഞാൽ ഇപ്പം വല്ല മാന്യമായ വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഞാനും മാന്യമായ രീതിയിൽ വർത്താനം ഞങ്ങൾ എഫേർട്ട് ഇട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എത്ര നേരം മാനേജ്മെന്റിനെതിരെ തന്നെയായിരുന്നു. എഫേർട്ട് ഇട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ റിട്ടേൺ ആയിട്ട് ഞങ്ങൾ കാട്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കാര്യം ഇയർ ബാക്കിന്റെ കാര്യം അവർ ഈ ആഴ്ച തന്നെ കൗൺസിൽ കൂടി അതിന്റെ കാര്യത്തിൽ തീരുമാനമാക്കാന്ന് പറഞ്ഞു. പിന്നെ പിള്ളേർക്ക് സപ്ലിയുടെ ഏത് രീതിയിലാണ്, ഒന്നെങ്കിൽ പരീക്ഷ ഞങ്ങൾ പരീക്ഷയ്ക്ക് വില കൂടുതലാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അത് മാരത്തോൺ സപ്ലി ആക്കണം. ഈ കാര്യത്തിൽ പിള്ളേർക്ക് ഇപ്പോൾ പല പിള്ളേർ 6000 രൂപ കൊടുത്തവരുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഞാനല്ല തീരുമാനം എടുക്കണം, ഞാൻ ജസ്റ്റ് ഒരു 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. ബാക്കി ഈ സപ്ലി അനുഭവിക്കുന്ന പിള്ളേർക്ക് എന്താണ് തീരുമാനം എന്നുള്ളത് നമ്മൾ കൗൺസിലുകാർ, ഞങ്ങൾ യൂണിയൻകാർ അത് അവരോട് റിട്ടേൺ ആയിട്ട് പിള്ളേരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ തീരുമാനം. എന്ന് പറഞ്ഞാൽ അടുത്ത കൗൺസിൽ കൂടുമ്പോൾ ഈ എന്താണ് പിള്ളേർക്ക് വേണ്ടത്, ഒന്നെങ്കിൽ മാരത്തോൺ സപ്ലൈ ആണോ അല്ലെങ്കിൽ പൈസ കുറയ്ക്കലാണോ, ഈ 2 കാര്യങ്ങൾ. പ്ലസ് നമ്മൾ കൗൺസിൽ മീറ്റിംഗ് എല്ലാ മാസവും, ഇത്രയും നാൾ കൗൺസിൽ ഉണ്ടെങ്കിൽ കൂടെ കൗൺസിൽ മീറ്റിംഗ് ഇവിടെ നടന്നിട്ടില്ല. ആ കൗൺസിൽ മീറ്റിംഗ് നടത്താനുള്ള ഫുൾ കാര്യങ്ങൾ ഈ കൗൺസിൽ മീറ്റിംഗ് കൂടി ഈ കാര്യം നമ്മൾ തീരുമാനിക്കണം. ഇയർ ബാക്ക് നേരത്തെ ഡിമാൻഡ് ചെയ്തായിരുന്നു, പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് അവിടെ റിട്ടേൺ ആയിട്ട് ഞങ്ങൾ കാട്ടി തന്ന ആ റിട്ടേൺ ആയിട്ട് ഇല്ല ക്ലാസ്സിന് പുറത്തായിരുന്നു. ഇയർ ബാക്ക് ആയിരുന്നു, നിയമപ്രകാരം ഇയർ ബാക്ക് തന്നെയായിരുന്നു. വാക്ക് പാലിച്ചതിന് ഞാൻ പറയുകയാണ്, ഞാനാണ് ഈ പ്രശ്നം തുടങ്ങി, ഞാൻ തന്നെ തുടങ്ങും. ഉറപ്പ് ഞാൻ പറയാം. മനസ്സിലായി, നമ്മളെ പറ്റിക്കാൻ നടക്കുന്ന കേസല്ല. അന്ന് പറഞ്ഞാൽ ഇപ്പം വല്ല മാന്യമായ വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഞാനും മാന്യമായ രീതിയിൽ വർത്താനം പറഞ്ഞത്. നമ്മൾ വിചാരിക്കുന്ന കാര്യം നടത്തണം, അതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ ഇനിയും പ്രതിഷേധം ഉണ്ടാവും. ഉറപ്പായും ഇതിൽ സ്ട്രോങ് ആയി. ഇന്ന് ഞായറാഴ്ചയായിട്ട് എത്രയും പിള്ളേർ വന്നു, ഉറപ്പായും വർക്കിംഗ് ഡേയിൽ ഇതിലും കൂടുതൽ പിള്ളേർ വരും, ഗ്യാരണ്ടി ഞാൻ പറയാം. ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോകണം, അല്ലെങ്കിൽ കൗൺസിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും പോകണമെങ്കിൽ നമ്മൾ ഉറപ്പായും പ്രതിഷേധം തുടരും. നിലവിൽ നമുക്ക് സംവിധാനമായ ഒരു തീരുമാനമാണ് എടുത്തേക്കണേ. അതിന് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പ്രതിഷേധം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോട്ടെ.